തന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് സരിത കമ്മീഷന് മുൻപിൽ തെളിവുകൾ ഹാജരാക്കിയത്. സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും സലീം രാജും ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും അബ്രഹാം കലമണ്ണിലും വിളിച്ചതിന്റെ ഫോൺ സംഭാഷണങ്ങളുടെ 5 CD സരിത ഹാജരാക്കി. കൂടാതെ ബാബുരാജിന്റെ സ്ഥലം അളക്കുന്നതിന് മുഖ്യമന്ത്രി ഒപ്പിട്ട് നൽകിയ അപേക്ഷയുടെ പകർപ്പും ഒരു ഡയറിയും സരിത കമ്മീഷന് മുമ്പിൽ തെളിവായി കൊണ്ടുവന്നു. കോൺഗ്രസിലെ നേതാക്കന്മാർ മാത്രം സംസാരിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡേഴ്സ് ആണ് ഞാൻ ഇന്ന് ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അബ്ദുള്ള കുട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ തമ്പാനൂർ രവി ആവശ്യപ്പെട്ടതിന്റെയും പിന്നീട് ബെന്നി ബെഹനാൻ ഇടപെട്ട ആരോപണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നതിന്റെ ഫോൺ സംഭാഷണങ്ങളും സിഡിയിലുണ്ട്. അത് റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് കൂടെ സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. എബ്രഹാം കലമണ്ണിൽ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദരേഖയും ദൃശ്യങ്ങളുമാണ് സരിത ഹാജരാക്കിയത്. അതേസമയം താൻ എഴുതിയ കത്തിൽ ജോസ് കെ മാണിയുടെ പേരില്ലെന്ന് പറഞ്ഞ സരിത മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരുകളുണ്ടെന്നും വ്യക്തമാക്കി. ഇവർ തന്നെ ശാരീരികമായും മാനസികമായും മുതലെടുത്തുവെന്നും സരിത പറഞ്ഞു. ജയിലിൽ വെച്ച് താൻ എഴുതിയ കത്ത് ഫെനി ബാലകൃഷ്ണനാണ് ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ നൽകിയത്. ബാലകൃഷ്ണപിള്ളയിൽ നിന്നുമാണ് കത്ത് PC ജോർജിന്റെ കയ്യിലെത്തിയതെന്നും സരിത മൊഴി നൽകി. ആരോപണങ്ങൾക്ക് പിന്നാലെ തെളിവുകളും സരിത ഹാജരാക്കിയതോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതാക്കളും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ക്യാമറാമാൻ അഷ്റഫിനും റിപ്പോർട്ടർമാരായ ലിജോയ്ക്കും ജസ്നയ്ക്കുമൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.